എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറും കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് നമ്മൾ കറുത്ത ഹൽവയൊക്കെ കഴിക്കുന്ന ഏകദേശം ആ ഒരു ടേസ്റ്റ് ആണ്. പക്ഷെ നമ്മളിത് കയ്യിലെടുത്ത് നോക്കുമ്പോൾ കിണ്ണത്തപ്പത്തിന്റെ ഒക്കെ ആ ഒരു രീതിയാണ്. ചോറും കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അതുപോലെ തന്നെ ഗീവയുടെ ലാസ്റ്റത്തെ വീഡിയോ ആണിത്. ഗീവയുടെ റിസൾട്ട് ഞാൻ ബുധനാഴ്ച പബ്ലിഷ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 2 കപ്പ് അളവിൽ ചോറാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചാക്രിയുടെ ഈ ഒരു വെള്ള ചോറാണ്. നമുക്ക് മട്ട അരിയുടെ ഒരു ബ്രൗൺ കളറുള്ള ചോറ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. 2 കപ്പ് അളവിൽ ചോറ് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് മതിയിട്ട്, ഒരുപാട് വെള്ളം വേണ്ട. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ഈ ചോറൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ചോറ് ഇവിടെ നല്ല പോലെ തന്നെ നല്ല പേസ്റ്റ് പരുവത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഒട്ടും തന്നെ കട്ടകളോ തരികളോ ഒന്നും വരാതെ നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കുക. അരച്ചെടുത്ത ഈ ചോറ് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇനി മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അടുത്ത ചേരുവ കോൺഫ്ലോർ ആണ്, ചോളത്തിന്റെ പൊടി. ഈ ഒരു കോൺഫ്ലോറിന്റെ പൊടി നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതായത് ടേബിൾ സ്പൂണിലാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് അളവിൽ കോൺഫ്ലോർ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ തന്നെ ഞാനിത് ഇവിടെ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കോൺഫ്ലോറിന്റെ മിക്സ് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന ഈ ചോറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലോറിന്റെ ഒരു മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നമ്മൾ എടുക്കുമ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ എടുക്കണേ, എങ്കിലും നമുക്ക് ഈ ഒരു ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ തന്നെ ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഞാനിത് ഇവിടെ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈ ഒരു ഗ്രാമ്പൂവിന്റെ പൊടിയാണ്. ഗ്രാമ്പൂവിന്റെ പൊടി നമ്മൾ ഇതിലേക്ക് ഒരു 2 നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് കൂടി പോകരുത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഗ്രാമ്പൂവിന്റെ ഈ ഒരു പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. 2 നുള്ള ഗ്രാമ്പൂവിന്റെ ഈ ഒരു പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതായത് 2 അച്ച് ശർക്കരയുണ്ട്. നല്ല കറുത്തൊരു കളർ കിട്ടണമെങ്കിൽ നല്ല കറുത്തിട്ടുള്ള ശർക്കര തന്നെ നമ്മൾ എടുക്കണം. കളർ കുറഞ്ഞ ശർക്കരയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു പലഹാരത്തിന് ഒരു ചെറിയൊരു കളർ കുറവുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ നമുക്ക് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് മധുരം വേണ്ടാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഒരു മധുരത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ശർക്കര നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുന്ന സമയത്ത് അതിനകത്ത് കരടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അരിച്ചിട്ട് വേണം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ശർക്കര അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരുപാട് നെയ്യൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. 3 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇത് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ച ഏലക്കയാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആ ചോറിൻ്റെയും കോൺഫ്ലോറിൻ്റെയും തേങ്ങാപ്പാലിലേക്ക് ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിന്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 20 മിനിറ്റോളം മതി. സാധാരണ നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സമയമൊന്നും ഇട്ട് തിളക്കേണ്ട ആവശ്യമില്ല. ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് നല്ല പോലെ തന്നെ റെഡിയായി കിട്ടും. നന്നായിട്ട് ഇനി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇനി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക.
ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഞാനിത് ഇളക്കി കൊടുക്കുകയാണ്. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഈ പാനിൽ നിന്നൊക്കെ ഏകദേശം ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ ചെറിയതായിട്ട് ഇതിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ബദാമിന് പകരം നമുക്ക് പിസ്തയോ നിലക്കടലയോ കാഷ്യൂനട്ടോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും കൈവിടാതെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, നമുക്ക് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു കറക്റ്റ് ഒരു പരുവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് പാത്രത്തിലാണ് നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ഈ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നെയ്യാകുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ തൂത്ത് കൊടുക്കാം. ഇത് സെറ്റായി വരുമ്പം കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാമും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട്. ഞാൻ ആ ബദാമിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മളിത് റെഡിയാക്കിയതിന് ശേഷം നല്ല ചൂടോട് കൂടിയിട്ട് അപ്പം തന്നെ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു സ്പൂണിലോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലയിലോ കുറച്ച് നെയ്യോ ഓയിലോ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മോൾ വശം നമുക്ക് കറക്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബദാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ പാത്രത്തിലിരുന്ന് ഇതിന്റെ ചൂടൊക്കെ പോയിട്ട് നല്ല പോലെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. ഫ്രിഡ്ജിലേക്കൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെളിയിലിരുന്ന് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. ഏകദേശം 1 മണിക്കൂറൊക്കെ വെക്കുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് നല്ല പോലെ സെറ്റായി കിട്ടും. ഞാനിപ്പോൾ ഇതൊരു 2 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചോറും കൊണ്ടുള്ള ഈ ഒരു ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾ ഇനി ഒന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോറ് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. സാധാരണ നമ്മളൊരു ഹൽവ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമയമൊന്നും തന്നെ ഇതിനാവുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ചോറും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയത്തേയില്ല, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ചോറും കൊണ്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേയുടെ ലാസ്റ്റത്തെ വീഡിയോ ആണിത്. FCW ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേരും കൂടെ ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.